എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കാർത്തിക ആയുർവേദിക്സ്, അഞ്ഞൂർ നമ്പിശമ്പടി. ഇന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നതാണ് ദാമ്പത്യ ജീവിതം വിരഹദുഃഖം. ദാമ്പത്യ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് അതായിട്ടുള്ള ബലം ഇല്ലായ്മ, അതിന് എല്ലാ തരത്തിലുള്ള ബലഹീനത, ഉദ്ധാരണശേഷിക്കുറവ്, താല്പര്യക്കുറവ്, ലിംഗം ചുങ്ങിപ്പോവുക, അതുപോലെ തന്നെ എല്ലാ തരത്തിലും അത് വളരെ ചെറുതായി വരുന്ന ഒരവസ്ഥ. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, അതുപോലെ ഒരുപാട് അസുഖങ്ങളുള്ള ആളുകൾക്ക് കഠിനാധ്വാനം, മാനസിക സംഘർഷം, ഇങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ ഈ ബലഹീനത ഉണ്ടാവും. പക്ഷേ ഇത് വളരെയധികം ആളുകളിൽ കണ്ടുവരുന്നു. ഇത് എത്ര ചെറുപ്പക്കാരിൽ വരെ ലൈംഗിക താല്പര്യവും ഉദ്ധാരണവും ഇല്ല, പക്ഷെ മനസ്സിൽ താല്പര്യം ഉണ്ടാവും, ലിംഗം ചുങ്ങിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ആളുകളിലും കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരുപാട് പേരിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെ പരാജയമുണ്ട്. ഈ പരാജയം എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതം തന്നെയാണ് ഏറ്റവും സന്തുഷ്ടമായിട്ടുള്ള ജീവിതം. ഈ ജീവിതത്തിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർമാർക്ക് ഒരു ദാമ്പത്യ ബന്ധത്തിനോട് താല്പര്യമുള്ള സമയത്ത് അത് വേണ്ട രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ, അത് എല്ലാ തരത്തിലും നമ്മുടെ ജീവിതത്തിന് ബാധിക്കും. ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് തന്നെ പൂർണ്ണമായ കരുത്തോടുകൂടി, അത് ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ എങ്കിൽ ആ ഒരു ബലത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഈ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് പല ആളുകളും ഇതിനു വേണ്ടിയിട്ട് അലോപ്പതി മരുന്നുകളോ അങ്ങനെ പല പല മരുന്നുകൾ കഴിച്ചിട്ട് ആ കഴിക്കുന്ന സമയത്ത് നല്ല പെർഫോമൻസ് ആയിരിക്കും, നല്ല ലിംഗത്തിന് ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് പിന്നീട് ക്രമേണ അത് തീരെ ബലമില്ലാതെ ഉണ്ടാവുന്നൊരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് മനസ്സിൽ തോന്നിയിട്ടും കാര്യമില്ല, ഈ സാധനം അവിടെ ഉണ്ടോയെന്ന് പോലും അറിയാത്ത തരത്തിലേക്കായി മാറും. അത് മാറി ഇന്ന് നമ്മൾ മനസ്സിൽ വികാരം തോന്നുന്ന സമയത്ത് ലിംഗം എന്ന് പറഞ്ഞാൽ അത്രയും കുതിര ശക്തിയോടുകൂടി തന്നെ ലൈംഗിക ബന്ധത്തിലൂടെ ഒരു സ്ത്രീയുടെ രതിമൂർച്ചയെ പുറത്തു വരുത്തി ആ രതിമൂർച്ചയെ ശമിപ്പിക്കാനുള്ള കഴിവ് നമ്മളിലുണ്ടാവും, ആ പൗരുഷമുണ്ടാവും. ഈ പൗരുഷം ഉണ്ടാവണമെങ്കിൽ ഇതിനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള ആയുർവേദ മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ എന്ന് പറയുന്നത് അമക്കൂരം, നായക്കൊണ്ണ പരിപ്പ്, ശതവാരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ്, പാൽമുതിക്കും കിഴങ്ങ്, ഇലവങ്കം, പച്ചില, നാഗപ്പൂ, കുറുന്തോട്ടി, തഴുതാഴ്മ, ഞെരിഞ്ഞിൽ, സഫേദ് മുസ്ലിം, മുരിങ്ങാക്കുരു മുതലായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളുടെ ചേരുവകളാൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പൊടിയുണ്ട്. ഈ പൊടി നമ്മൾ ഒരു ടീസ്പൂൺ കലക്കി കുടിക്കേ വേണ്ടുള്ളൂ. ഇത് രാത്രി ചുടുവെള്ളത്തിലോ പാലിലോ കലക്കി കുടിച്ചാൽ 20 ദിവസം എന്ന് വെച്ചാൽ 10 ദിവസത്തിന് ശേഷം തന്നെ നമുക്ക് ഈ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവാനും ആ ഒരു ലൈംഗിക പവർ നമ്മളിലേക്ക് തിരിച്ച് എല്ലാ തരത്തിലും നമുക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അത് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് ഒരു മാസത്തേക്ക് നമുക്ക് വരുന്നത് 650 രൂപയാണ്. ഈ 650 രൂപ ഒരു മാസം കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒരു 10 ദിവസമാകുമ്പോഴേക്കും തന്നെ നമുക്ക് ആ ലൈംഗിക ബലം, ധാതുപുഷ്ടി എന്ന എനർജി നമ്മളിലേക്ക് ഉണ്ടാവുകയും ലൈംഗികപരമായിട്ടുള്ള ബലം നമ്മളിലേക്ക് അല്ലെങ്കിൽ ആ എല്ലാ തരത്തിലുള്ള ഓജസ്സും നമ്മളിലേക്ക് ഉണ്ടാവും. അത് ചുങ്ങിപ്പോയതാണെങ്കിൽ വലുതാവാനും വണ്ണം വയ്ക്കാനും ആ ലൈംഗിക ബന്ധ സമയത്ത് നല്ല രീതിയിലുള്ള ആ ഒരു കരുത്തും ഇതിലുണ്ടാവും. അതിനാണ് ഏറ്റവും നല്ല ഒരു ഔഷധ ചേരുവയാണിത്. ഇത് ഇതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ ഇതിനൊരു തൈലം കൂടിയുണ്ട്, വാജീകരണ തൈലം. ഈ തൈലം നമ്മൾ പുരട്ടിയതിന് ശേഷം ലിംഗത്തിലും അതുപോലെ മണിത്തിരിമിലൊക്കെ പുരട്ടിയതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് വെറുതെ ബോഡി ഒന്ന് ചാടി നിൽക്കണം. ഈ ചാടി നിൽക്കുന്ന സമയത്ത് ലിംഗത്തിലേക്കുള്ള ആ ചില ആളുകളൊക്കെ പെട്ടെന്ന് നീളം വെക്കാനും ആ ചുങ്ങിപ്പോയതൊക്കെ വളരട്ടേച്ചിട്ട് ആകെ പിടിച്ചിട്ട് വലിക്കും. ഇങ്ങനെ ഒഴിയെന്നും പറഞ്ഞിട്ട് അത് പിടിച്ച് വലിച്ചിട്ട് അതിലുള്ള കോലമുടികളിൽ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പേശികൾക്കൊക്കെ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ ലിംഗത്തുമ്മ പരട്ടി അത് നന്നായി തൈലം അത് പിടിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചാടി കൊടുത്തു കഴിഞ്ഞാൽ ലിംഗം കിടന്ന് ഇങ്ങനെ ആടിയിട്ട് അല്ലെങ്കിൽ സർക്കുലേഷനൊക്കെ ആയിട്ട് ആ പഴയ ഒരു സംഭവമായി മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ളത്, എന്നേക്കുമായിട്ടുള്ള കരുത്താണ് നമുക്ക് തിരിച്ചു കിട്ടുക. ഇത് 90 ദിവസമാണ് ആകെ കഴിക്കേണ്ടത്. അത് 3 മാസത്തേക്ക് 1000 രൂപയാണ് ചെലവ്. 1 മാസത്തേക്ക് നമുക്ക് 1000 രൂപ കൊണ്ട് നമ്മുടെ വീട്ടിൽ പോസ്റ്റ് ഓഫീസ് മുഖേന എത്തിച്ചു തരും.
ഇത് എത്തിച്ച് തരുമ്പോൾ നിങ്ങൾ വീട്ടുകാരിത് പൊതി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ഇത് ഇന്ന കാര്യത്തിനുള്ള മരുന്നാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കോ വീട്ടുകാർക്കൊക്കെ നമ്മളോട് എന്ത് തോന്നും എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ഇതിന് സ്റ്റിക്കറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ സിൽവർ കോട്ടിംഗ് ഉള്ള ഇതിലാണ് പൊതിയിലാണ് നിങ്ങൾ സീൽ ചെയ്ത് തരിക. അത് നിങ്ങൾക്ക് തരിപ്പിനോ കടച്ചിലിനോ വേദനയ്ക്കോ അല്ലെങ്കിൽ മരവിപ്പാണ്, ക്ഷീണത്തിനാണ്, അതായത് ശരീരത്തിന് ആരോഗ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് നമുക്കിത് വാങ്ങി കഴിക്കാവുന്നതാണ്. ഈ ലിംഗത്തിന്റെ തൈലത്തിന്റെ മുകളിൽ വാജീകരണാദി തൈലം എന്നാണ് പേര്. അത് നമ്മൾ ഇതുപോലെ തന്നെ പരട്ടാൻ വേണ്ടി കൊടുക്കുമ്പോൾ ആളുകൾക്ക് അത് വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇതറിയോന്ന് അതിന് സ്റ്റിക്കർ ഒട്ടിക്കാതെയാണ് നമ്മളിത് അയച്ചു തരിക. അത് സ്റ്റിക്കർ ഒട്ടിക്കേണ്ടവർക്ക് ഒട്ടിച്ചേരാം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം പുറത്തു വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇതേപോലെ അയച്ചു തരുന്നത്. എല്ലാറ്റിനും നമ്മുടെ ഒരു പോരായിക മറ്റൊരാൾ അറിയണ്ടല്ലോ എന്നുള്ളതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ഓഫീസ് മുഖേന വരുമ്പോൾ നമുക്ക് എന്താണ് ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലെത്താനോ തൊട്ടടുത്തായിരിക്കും. കൊറിയർ സർവീസ് ചിലപ്പോൾ 10-15 കിലോമീറ്റർ അകലായിരിക്കും, ചിലപ്പോൾ അടുത്തായിരിക്കും. അപ്പോൾ ആ ഒരു തരത്തിൽ പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലത് പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിലെത്തിക്കും എന്നുള്ളതാണ്. ഇതിന് വളരെ ഫലവത്തായിട്ടുള്ള ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യമുണ്ടാവുക. ഈ പൊടി കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, അസ്ഥി, മജ്ജ, മേജസ്, ശുക്ലം ഇത്രയും ഭാഗങ്ങളിലേക്ക് വേണ്ട കരുത്തുണ്ടാവും. കാരണം നമ്മുടെ പ്രായം തന്നെ വളരെ ചെറുതായിട്ട് തോന്നുള്ളൂ. ഇത് സ്ത്രീകൾക്ക് കഴിക്കാം. സ്ത്രീകൾക്ക് വെച്ചാൽ ബന്ധപ്പെടുന്ന സമയത്ത് ഓവുലേഷൻ ഇല്ലാത്തവര്, ക്ഷീണമുള്ളവര്, അതുപോലെ തന്നെ ശരീരമൊക്കെ വാർദ്ധക്യ ചുളിവുകളുള്ളവര്, ബ്രസ്റ്റ് ഇല്ലാത്തവര്, ഇവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടും. ഈ അതൊക്കെ കഷായ മരുന്നുകളിലും അല്ലെങ്കിൽ ആയുർവേദ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളായതുകൊണ്ട് ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ഈ ദാമ്പത്യ ജീവിതം എന്നുള്ളത് ആണുങ്ങളെ വെച്ച് നോക്കി നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക എഫക്റ്റ് കിട്ടും. ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് വേണ്ട ലൈംഗികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇത് സ്ത്രീകൾക്കും ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, നമ്മുടെ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് അയച്ചു തരിക. അതിന് നമ്മൾ COD എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങുന്ന തരത്തിലായിരുന്നു നമ്മളിത് ആദ്യമൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് മരുന്ന് തന്ന് പൈസ വാങ്ങി എനിക്ക് തരുന്നതിൻ്റെ ഉള്ളിലുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് അവർ 15% ഡിസ്കൗണ്ട് ചെയ്യും. അത് മാസത്തിൽ ഒരു ദിവസമാണ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഒരു മാസത്തെ മരുന്നിന്റെ പൈസ സ്പെൻഡ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ 4 ദിവസം കൊണ്ട് ഓൾ ഇന്ത്യ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഫലവത്തായിട്ടുള്ള ഇതിൽ യാതൊരു വക തരികിടോ തട്ടിപ്പോ കെമിക്കലോ മറ്റൊന്നുമില്ല. നമ്മുടെ സ്വന്തം കൈകളാൽ എൻ്റെ ഭാര്യ കൂടി ചേർന്നിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ആയുർവേദ ഹെൽത്തിയാണിത്. ഹെൽത്തി പരമായിട്ടുള്ള ഒരു പൗഡർ. ഈ പൗഡറിൽ ചേരുവകളുടെ പേരാണ് ഈ പറഞ്ഞിരുന്നത്. ആ ഫലം എന്നുള്ളതിൽ 100 അല്ല 1000 പ്രാവശ്യം നമുക്ക് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ 100 ഇരട്ടി എന്നല്ല 1000 ഇരട്ടി ഫലമുള്ളതാണ്. അതിന് നമ്മുടെ സൗന്ദര്യത്തിന്, ആരോഗ്യത്തിന്, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഇത് ഗുണം ചെയ്യുന്ന ഒരു പൗഡറാണ്. ഈ പൊടിയുടെ പേര് എന്ന് പറയുന്നത് അശ്വഗന്ധ കൽപ്പരസായന ചൂർണം. ഈ അശ്വഗന്ധ കൽപ്പരസായനമായിട്ടാണ് നമ്മളിത് ചെയ്തിരുന്നത്. ഈ രസായനത്തിന് നമുക്ക് 1500 രൂപയോളം ചെലവ് വരും. കാരണം അതിന് കഷായമൊക്കെ വെച്ച് അതിന് പ്രിപ്പറേഷൻ, അതിൻ്റെതായ ലൈസൻസും നമുക്കില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ ആദ്യം വേറൊരു മരുന്ന് കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ കുറെ അധികം ശർക്കരയായിട്ടും ഒക്കെ ആയിട്ട് ആളുകൾക്ക് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് അതിൻ്റെ ചൂർണമായിട്ട് തരുന്നത്. ഇത് നമുക്ക് വിവാഹിതരായിട്ടുള്ള എല്ലാവർക്കും കഴിക്കാം, ബലഹീനത ഉള്ള എല്ലാവർക്കും കഴിക്കാം, ആരോഗ്യം, ക്ഷീണം, ഉത്സാഹക്കുറവ്, മടി മുതലായ ഏതൊരാൾക്കും കഴിക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ നമ്മൾ പൊടി ചുടുവെള്ളത്തിൽ കലക്കി കുടിക്കുക മാത്രമേ വേണ്ടൂ. കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ തൈലം, വാജീകരണാദി തൈലം ലിംഗത്തിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ഈ കഴുകുന്നതിന് മുമ്പാണ് നമ്മളിതൊന്ന് ചാടുക എന്ന് പറയുന്നത്, ലിംഗത്തിന് ആ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പൊടി മാത്രം വേണ്ടവർക്ക് 650, തൈലം മാത്രം വേണ്ടു എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ 350 രൂപയ്ക്ക് തൈലം പോസ്റ്റൽ ചാർജ് അടക്കം നിങ്ങളിലേക്ക് എത്തിച്ചു തരും. എല്ലാവർക്കും ഇതിന് വേണ്ടവരുണ്ടെങ്കിൽ പറയുക.
വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരുന്നതാണ്. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പല ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എന്നെ കുറിച്ചുള്ളത് കൊണ്ടാണ് വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് എന്ത് സംശയത്തിനും ഇതിൻ്റെ മരുന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ ദാമ്പത്യ വിഷയങ്ങളെക്കുറിച്ചോ നമുക്ക് വേണ്ടതായിട്ടുള്ള പ്രതിവിധി പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ.